ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചുള്ളി വീഡിയോസ്. ഇന്ന് നമുക്കൊരു പ്ലെയിൻ ഗ്രേവി തയ്യാറാക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ഗ്രേവി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതൊന്ന് പതുക്കെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അല്ലി, 2 കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് 4 വറ്റൽമുളക് കൂടെ ചേർത്ത് വഴറ്റാം. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി നിറച്ച് കറിവേപ്പില ചേർത്ത് വഴറ്റണം. അല്പം പുതിനയിലയും കൂടെ ചേർക്കാം. ഒരു 4-5 ഇല മതിയാവും. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരകിയത്, അല്ലെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി കപ്പലണ്ടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ചേർത്തും ചെയ്യാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് വഴറ്റി ഇതിൽ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർക്കുക. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഗരം മസാല എനിക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനത് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റാം. ഇനി തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതിൻ്റെ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു പാകമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് പുഴുങ്ങിയ മുട്ടയോ ഉരുളക്കിഴങ്ങോ കടല പുഴുങ്ങിയതോ ചിക്കൻ റോസ്റ്റ് ചെയ്തതോ ഇതെന്തും ചേർത്ത് നമുക്കിതൊരു കറിയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ എന്തിനു വേണമെങ്കിലും ചേർക്കാൻ പറ്റുന്ന ഗ്രേവിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്